ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 116-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ മുതിർന്ന പൌരന്മാർക്കുണ്ടാകുന്ന അസൌകര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് യുവാക്കൾ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ യുവാക്കളോട് രാഷ്ട്രീയത്തിൽ ചേരാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. 1 ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ രംഗത്ത് എത്തിക്കാൻ പ്രത്യേക പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ INDI മുന്നണി സർക്കാർ ഈ മാസം 28-ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനത്തിൽ ഏതു വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്നും ശ്രീ റിജിജു ആവശ്യപ്പെട്ടു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനോടൊപ്പമാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ICA ഗ്ലോബൽ കോ ഓപ്പറേറ്റീവ് കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. അന്താരാഷ്ട്ര സഹകരണ സഖ്യം ICAയുടെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതി ഉദ്ഘാടനവും അവാർഡ് വിതരണവും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിക്കും. 1 വർഷം നീണ്ട കർമ്മ പദ്ധതിക്കാണ് തുടക്കമാകുന്നത്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ വെള്ള, നീല പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നാളെ മുതൽ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറന്ന് 9 ദിവസം പൂർത്തിയാകുമ്പോൾ 6,12,290 തീർത്ഥാടകർ ദർശനം നടത്തി. 41,64,00,000-ലധികം രൂപയുടെ വരുമാനം ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിടം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭ ആധുനിക സൌകര്യങ്ങളോടെ 13.5 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങളിൽ പണി പൂർത്തീകരിച്ച B ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. വടക്കൻ കേരളത്തിൽ കാറ്ററിംഗ് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് 10 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായി മന്ത്രി വീണ ജോർജ്. 45 സ്ഥാപനങ്ങൾക്ക് പിഴ ഒടുക്കുന്നതിനുള്ള നോട്ടീസും നൽകി. സഹകരണ വകുപ്പ് നാട്ടകത്ത് നിർമ്മിച്ച അക്ഷരം മ്യൂസിയം 1-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച നിർവഹിക്കും. കോട്ടയത്തെ അക്ഷരം ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. registration.IFFK.in എന്ന വെബ്സൈറ്റിലൂടെയും തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ വഴി നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹാജിമാർക്ക് നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം താനൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ വഴി ഹജ്ജിന് പുറപ്പെടുന്നവർക്ക് സുഗമമായ ഹജ്ജ് തീർത്ഥാടനത്തിന് എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കിയതായി മന്ത്രി അറിയിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായവരുടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൌജന്യ ലാപ്ടോപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. 197 പേർക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. M മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിന്റെ 50-ാം വാർഷികാഘോഷം കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കും. ഉച്ചയ്ക്ക് ശേഷം മയ്യഴിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നടന്ന ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സിംഗിൾസിൽ E സ്വാലിഹയും ചാമ്പ്യന്മാരായി. പെർത്തിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 2-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺ എന്ന നിലയിൽ. ഇന്ത്യ ഉയർത്തിയ 534 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസീസിന് ജയിക്കാൻ ഇനി 522 റൺ ആവശ്യമാണ്. കേരളം സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ടിന് യോഗ്യത നേടി. പുതുച്ചേരിയെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനൽ റൌണ്ട് യോഗ്യത ഉറപ്പാക്കിയത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അനുവദിച്ച മൈക്രോ ഫിനാൻസ് വായ്പയുടെ വിതരണോദ്ഘാടനം നാളെ നടക്കും. 3 ദിവസത്തെ ഇറ്റലി സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ റോമിലെത്തി. G7 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഔട്ട്റീച്ച് സെഷനിൽ ശ്രീ ജയശങ്കർ പങ്കെടുക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.